നമസ്കാരം. വിരാടം വിനോദം എന്ന ഉത്രാളിക്കാവിലാണ്. വടക്കാഞ്ചേരിക്കടുത്തുള്ള ഉത്രാളിക്കാവിൽ ഇന്ന് പൂരമാണ്. നെന്മാറ വെടിക്കെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന ഉത്രാളിക്കാവിലാണ്. വെടിക്കെട്ട് നാളെ രാവിലെ 4 മണിക്കോ 5 മണിക്കോ 6 മണിക്കോ ഒക്കെ ആയിരിക്കും. എന്താണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ കാണാം. അപ്പോൾ കൂടത്തിൽ പോന്നോളുക, കാഴ്ചകൾ ആസ്വദിച്ചോളുക. കേട്ടോ, ഇവിടെ ചെണ്ടമേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തിരക്കിനിടയ്ക്ക് സർക്കസുകൾ. ഇതാണ് ക്ഷേത്രം. ഇന്ന് മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കി. മൂന്ന് ദേശക്കാർ പങ്കെടുക്കുന്ന പൂരമാണ് ഇവിടെ. യങ്കക്കാട്, കുമാരനെല്ലൂർ, വടക്കാഞ്ചേരി, ഈ 3 ദേശക്കാർ. അതിൽ യങ്കക്കാടാണ് ഇവിടുത്തെ ആതിഥേയർ. ഇവർ തമ്മിലുള്ള വളരെ ആരോഗ്യകരമായ ശക്തമായ മത്സരമാണ് ഈ പൂരത്തിൻ്റെ പ്രത്യേകത കേട്ടോ. അതുകൊണ്ട് എത്ര ജനങ്ങളാണ്. കുറച്ചുകൂടി രാത്രി ആയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. എന്ത് ജനങ്ങളാണെന്ന് നോക്കും. ഈ കാണാവുന്ന ഗ്രൗണ്ട് മുഴുവൻ രാത്രി ആകുമ്പോഴത്തേനും ജനങ്ങളെ കൊണ്ട് നിറയും കേട്ടോ. എന്തൊരു ആവേശമെന്ന് നോക്കി. എന്താ പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഉത്രാളിക്കാവ് പൂരത്തിന് വരുന്നത്. പക്ഷേ ഉത്രാളിക്കാവിൻ്റെ അല്ലാതെ പല സമയങ്ങളിലും വന്ന ചെറിയ വീഡിയോകളൊക്കെ പിടിച്ചിട്ടുണ്ട്. വെടിക്കെട്ടിനുള്ള കമ്പകളാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. കേട്ടോ, കതിരകൾ. പുറത്തോടെ ട്രെയിൻ ഒരെണ്ണം പോകുന്ന ആളാ നമുക്ക്. ഇവിടെ ആനച്ചമയ പ്രദർശനം എഴുതിയിട്ടുണ്ട്. യങ്കക്കാട്ടുകാരുടെയാണ്. യങ്കക്കാട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഹോസ്റ്റാണ്, അതായത് ആതിഥേയരാണ്. ആനച്ചമയം കാണാൻ നമുക്ക് യോഗമില്ല, കാരണം സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അമ്പലത്തിൽ എഴുന്നള്ളത്ത് നമുക്ക് കാണാം. ദേവി പുറത്തേക്ക് എഴുന്നള്ളിരിക്കുന്നു. രുദ്രമഹാകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കേട്ടോ. ഒരു വന്ദേ ഭാരത് പോകുന്നു. എഴുന്നള്ളി നിൽക്കുകയാണ്. ഫ്രണ്ടിൽ കാണുന്ന കുമാരനെല്ലൂർ ദേശത്തിൻ്റെയാണ്. അടുത്ത് നടക്കുന്നത് ഭഗവതിപൂരമാണ്. തെയ്യങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. അവരാണ് ഈ ഗ്രൗണ്ടിലൊക്കെ നിറഞ്ഞിരിക്കുന്നത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കും കേട്ടോ.
വെടിക്കെട്ടിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണാം നിങ്ങൾക്ക്. അതിന് ആ കുറ്റികളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് 4:30 പകൽ 4:30 ഉണ്ടെന്ന് പറയുന്ന ഒരു വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട്. അതിനുശേഷം വെളുപ്പിന് രാത്രിയിലും ഉണ്ടാവും. ഇതാ ഈ പ്രദേശം മുഴുവൻ നിറഞ്ഞു. സന്ധ്യ ആകുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള കാഴ്ചകൾ കൊണ്ട് ഈ ഗ്രൗണ്ട് മുഴുവൻ നിറയും കേട്ടോ. അതൊരു വല്ലാത്ത അനുഭവമാണ്. ഒരിക്കലെങ്കിലും ഈ പൂരത്തിന് വരേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ഗ്രൂപ്പ് കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് ഏത് ഗ്രൂപ്പാണെന്നറിയില്ല. വടക്കാഞ്ചേരിയോ കുമാരനെല്ലൂരോ ആയിരിക്കണം. ആനകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. മൊത്തം 33 ആനകൾ കാണുമെന്നാണ് പറയുന്നത്. ഈ പൂരം കാഴ്ചകളെ കുറിച്ച് അറിവുള്ളവർ തീർച്ചയായും അതൊരു കമൻറ്റുകളായിട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എനിക്ക് കൂടുതൽ അറിയില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ പൂരത്തിൽ പങ്കെടുക്കുന്നത്. ഇത് അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്നുള്ള ദൃശ്യമാണ് കേട്ടോ. മെയിൻ റോഡിൽ കാണുന്ന ആനകളെയാണ് കാണുന്നത്. ദേവി രുദ്രമഹാകാളി പുറത്തേക്ക് എഴുന്നള്ളുന്നതിനുള്ള സമയമായി എന്ന് തോന്നുന്നു. നല്ല കാഴ്ച മിക്സ് ചെയ്ത് തോന്നി പുറത്തേക്ക് എഴുന്നള്ളും. എന്ത് എലിഗൻ്റ് ആണല്ലേ. ഈ കാണുന്ന കുമാരനെല്ലൂർ ദേശക്കാരുടെയാണ്. ഓരോരുത്തരോരോരുത്തരായിട്ട് പുറത്തേക്ക് ഈ പൂരത്തിൽ പങ്കെടുക്കുന്ന ഒരുപാട് വിദേശികളെ കണ്ടോട്ടെ, വളരെ ആവേശത്തോടു കൂടി പങ്കെടുക്കുന്നു. അതെ, എവിടെ അവിടെ കലാശത്തിന്റെ അവിടെ ഒരു പൂരം അവിടെയും നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതും കൂടെ പോയി നോക്കാം. ആലിൻ്റെ താഴെ ഇപ്പോൾ തന്നെ ഒരു വെടിപൊട്ടു. അതുകൊണ്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഒന്ന് കാണാം. റെയിൽവേ പാളത്തിന് താഴെ ഒരു സീറ്റ് നമ്മളിങ്ങനെ ചെറിയ തണൽ നോക്കി പിടിച്ചു കേട്ടോ. ഇനി ഇവിടെ ഇരുന്ന് നമുക്ക് വെടിക്കെട്ട് കാണാം. വെടിക്കെട്ട് തുടങ്ങാറായി തോന്നുന്നു. അതിൻ്റെ ഒരു ബഹളമാണ് കേൾക്കുന്നത്. അവിടെ തുടങ്ങി കേളാവോ.
വാവ്. ഉഗ്രൻ. സാമ്പിൾ എങ്ങനെയാണെങ്കിൽ ഒറിജിനൽ എങ്ങനെയായിരിക്കും അല്ലേ? ഇതാ തൊട്ട് പറയുന്നൊരു ട്രെയിൻ പോകുന്നു. വെടിക്കെട്ട് കഴിഞ്ഞുകൊണ്ട് നമുക്കത് കാണാൻ സാധിക്കും. പണ്ടൊരിക്കൽ ഇതുപോലെ വെടിക്കെട്ടിൻ്റെ സമയത്ത് ഒരു ട്രെയിൻ വന്ന് കുറേ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായതാണ് ഈ സ്ഥലത്ത്. വെടിക്കെട്ട് കഴിഞ്ഞ ഉത്സവപ്പറമ്പ് ഓക്കെ. പുക ഒതുക്കുന്നതിന് വേണ്ടി വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ദൂരെ കാണാം. വീണ്ടും ക്ഷേത്ര സന്നിധിയിലേക്ക് നമ്മൾ പോവുകയാണ്. ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ക്ഷേത്രത്തിൽ നിന്നുണ്ടല്ലോ ദേവിയുടെ തിടമ്പ് ഇതാ നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന ആലിൻ്റെ ചൂടിൽ കൊണ്ടുവെക്കും. ഇതിന് 2 പോലീസുകാർ കാവൽ നിൽക്കുന്നു കേട്ടോ. ഇത് പണ്ട് മുതലേ ഉള്ളൊരു ട്രഡീഷനാണ്. കൊച്ചിൻ രാജാവിൻ്റെ കാലത്ത് ദേവിക്ക് കാവലയച്ച 2 പോലീസുകാരാണ്. ഇപ്പോഴും തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ആനകളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഈ ആനയോടൊപ്പം ഇറങ്ങി വരുന്നയാളെ ശ്രദ്ധിച്ചോ? തോളിൽ വേഷ്ടിയിട്ട് വരുന്ന പെരുവരം കുട്ടന്മാരാരാണ്. ആന വീണ്ടും ദേവിയുടെ തിടമ്പേറ്റി വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. ഇനി ഈ ഗ്രൗണ്ടിൽ അണിനിരക്കും. 3 സ്ഥലങ്ങളിലായിട്ട് ആനകൾ അണിനിരക്കും. അവയുടെ കൂട്ടി എഴുന്നള്ളിപ്പും ഉണ്ടാവും.
കൂട്ടിയെഴുന്നള്ളിപ്പിനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത്. മഴക്കാലത്ത് അല്ലെങ്കിൽ നെല്ലൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ പാടശേഖരം മുഴുവൻ നെല്ല് നിറഞ്ഞു നിൽക്കുന്ന പോലെയാണ് ഇപ്പോൾ നോക്കിയ മനുഷ്യർ ഈ പാടശേഖരത്തിൽ മുഴുവൻ നിൽക്കുന്നത്. ഇത് പല വർണ്ണങ്ങളിലാണ് എന്ന് മാത്രം. നെല്ല് പച്ച നിറത്തിലായിരിക്കും എന്നുള്ളത് ആണ് വ്യത്യാസം. ഇവിടെ ഒരു ദേശത്തെ ആനകൾ നിറഞ്ഞെങ്കിൽ ഇതാ അങ്ങ് കിഴക്കല്ല തെക്ക് സൈഡാണെന്ന് തോന്നുന്നു. അവിടെ ആനകൾ മറ്റൊരു പറ്റം ആനകൾ മറ്റൊരു ദേശത്തെ ആനകൾ നിറഞ്ഞിരിക്കുന്നു. എഴുന്നള്ളിപ്പ് ആരംഭിക്കുകയാണ്. ഇവിടെ ഒരു ഗ്രൂപ്പ് കൊണ്ടുണ്ടാവും. അവിടെ നിന്നുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അത് ക്ഷേത്രത്തിൻ്റെ സൈഡിൽ വന്ന് അണിനിരക്കും. ക്ഷേത്രത്തിൻ്റെ ഇടതും വലതുമായിട്ട് രണ്ട് ദേശക്കാരും നേരെ മുമ്പിൽ ഒരു ദേശവും അങ്ങനെയാണ്. നേരെ മുമ്പിൽ നിൽക്കുന്നത് എങ്കക്കാടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോ കുമാരനെല്ലൂരാണോ എന്നറിയില്ല. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വടക്ക് നിന്നും, വടക്കാണോ പടിഞ്ഞാറാണോ എന്ന് സംശയമുണ്ട്, വടക്ക് നിന്നും ഒരു കൂട്ടം ആനകൾ, അതും 11 ആനകളുണ്ട്, ഒരു ദേശത്തിൻ്റെ ആനകൾ ഈ പാടശേഖരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇട്ടത്തടവില്ലാതെ ട്രെയിനുകൾ പോകുന്നത് നമുക്ക് കാണാം. അത് ഈ ആംബിയൻസിൻ്റെ ഈ എന്താ പറയുക, ഈ ആവേശത്തിനൊരു മാറ്റു കൂട്ടുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്ന് വശത്തും ആനകൾ നിരന്നു കഴിഞ്ഞു. ക്ഷേത്രത്തിൻ്റെ രണ്ട് സൈഡിലും, ഇടത്തും വലത്ത് സൈഡിലും ക്ഷേത്രത്തിന് നേരെ മുമ്പിലുമായിട്ടാണ് ആനകൾ നിരന്നിരിക്കുന്ന. കുടമാറ്റവും വെഞ്ചാമരം വീശിലുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സമയം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ വെളിച്ചപ്പാടുകളും തെയ്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കേട്ടോ.
ഒരേ രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ച പല ഗ്രൂപ്പുകാരെ കണ്ടു കേട്ടോ ഇവിടെ. അതിലൊന്നൊരു ചെറുപ്പക്കാരുടെ ഗ്രൂപ്പ്, പിന്നെയും കണ്ടു പലരെയും. ഇതൊക്കെ ഈ നാടിൻ്റെ ഒരു ആവേശം വിളിച്ചോതുന്നത് ആണ് എന്ന് വേണം കരുതാനായിട്ട്. നന്നായി ഇരുട്ട് വീണു തുടങ്ങി. പല പല കാഴ്ചകൾ, ഒരിക്കലും മറക്കാത്ത ഒരുപാട് കാഴ്ചകൾ ആണ് ഈ പൂരം നമുക്ക് നൽകുന്നത്. ഇത് വെളുപ്പോളം ഇത് നീണ്ടു നിൽക്കുന്നതാണ്. കാഴ്ചകൾ ഒരിക്കലും തീരുന്നില്ല. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഉത്രാളിക്കാവ് പൂരം കാണേണ്ടതാണ് എന്നാണ് വിരാട വിനോദത്തിൻ്റെ ഒരു അഭിപ്രായം. ദേവിയുടെ തിടമ്പ് വീണ്ടും അകത്തേക്ക് കടക്കുമ്പോഴുള്ള ജനങ്ങളുടെ ആവേശം നിങ്ങളൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്, കാണേണ്ടത് തന്നെയാണ്, അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ വലത് സൈഡിൽ മറ്റൊരു ദേശത്തിൻ്റെ കുടമാറ്റവും ഒക്കെ നടക്കുകയാണ്. ദേവി അകത്തേക്ക് വരുന്നതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. എന്ത് ആവേശമാണെന്ന് നോക്കി. പ്രായമായവരല്ല, ചെറുപ്പക്കാരാണെന്ന് ഓർക്കണം. തിടമ്പേറിയ ആന പതിയെ അകത്തേക്ക് വരുന്നതാണ്. അത് ഓരോ ചലനത്തിലും ആൾക്കാർ ആവേശം കൊള്ളുകയാണ്. മൂപ്പ്
ഉത്രാളിക്കാവിലെ പൂരത്തിൻ്റെ ആവേശം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. വെളുപ്പിനെ 4:30 കഴിഞ്ഞോ 5-ന് ശേഷമാണ് വെടിക്കെട്ടെന്നാണ് അറിയുന്നത്. നല്ല മഴക്കാറിൻ്റെ ലക്ഷണമുണ്ട്. വളരെ ദൂരെ നിന്ന് എറണാകുളത്തുനിന്ന് വന്നാണ് ഞാൻ. അതുകൊണ്ട് തിരിച്ചു പോകേണ്ട സമയമായിട്ടുണ്ട്. പലരും ഇവിടെ റോഡിലും ഒക്കെ കിടന്ന് ഉറങ്ങുന്നത്, വയലിൽ കിടന്നുറങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഒരുവിധം നമുക്ക് പൂരത്തിൻ്റെ ആഘോഷങ്ങൾ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ ഉത്സവ കാഴ്ചകളും മറ്റ് കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.